ഇതാ കർത്താവിൻ്റെ ദാസി. മറിയത്തിൻ്റെ ഈ വാക്യത്തിലാണ് മനുഷ്യാവതാരത്തിൻ്റെ ആരംഭം. അവളുടെ എളിമയും അനുസരണവും മനുഷ്യകുലത്തിൻ്റെ മുഴുവൻ രക്ഷയ്ക്ക് കാരണമായി. മനുഷ്യൻ്റെ പുണ്യങ്ങളും കുറവുകളും തീരെ സ്വകാര്യമായ ഒന്നല്ല, മിക്കതിനും ഒരു സാമൂഹിക വശമുണ്ട്. കൊച്ചുത്രേസ്യ ഒരു ഉദാഹരണം പറയുന്നത് വിരുന്നിൽ പിൻപന്തികൾ തിരഞ്ഞെടുക്കുന്നതാണ്. എളിമയുടെ ഒരു സ്വകാര്യ പ്രകടനമാണതെങ്കിലും നാം മറ്റാർക്കോ മുൻപന്തിയിൽ ഇരിപ്പിടങ്ങൾ ഒഴിച്ചിടുക കൂടിയാണ്. നമ്മുടെ എളിമയിൽ മറ്റാരൊക്കെയോ ബഹുമാനിക്കപ്പെടുന്നുണ്ട്. ഇതുപോലെ നാം അനുസരിക്കുമ്പോൾ ഏതൊക്കെയോ അധികാരികൾക്കത് ആശ്വാസമാണ്. വിട്ടുവീഴ്ചകൾ ചെയ്യുമ്പോൾ ആരുടെയൊക്കെയോ അസ്വസ്ഥതകളാണ് ഒഴിവാക്കുന്നത്. നാം നടുന്ന ചെടികൾ ആർക്കോ സുഗന്ധമാകുന്നുണ്ട്. നമ്മുടെ കുറവുകൾ മറ്റുള്ളവർക്ക് സഹനവുമാകാറുണ്ട്. അന്യായമായി സമ്പാദിക്കുമ്പോൾ ആർക്കോ നഷ്ടം വരുന്നുണ്ട്. നാം മടി കാണിക്കുമ്പോൾ ആരൊക്കെയോ പകരം അധ്വാനിക്കേണ്ടി വരുന്നുണ്ട്. നമ്മുടെ പിടിവാശികൾ ആരെയൊക്കെയോ അസ്വസ്ഥരാക്കാറുണ്ട്. നാം വലിച്ചെറിയുന്ന മാലിന്യം ആർക്കോ ദുർഗന്ധമാകുന്നുണ്ട്. ഇന്ന് മറ്റുള്ളവർക്ക് സുഗന്ധമായി മാറുന്ന ഒരു പുണ്യം എന്നിൽ കണ്ടെത്തി വളർത്താം.